അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കണ്ണൂര് മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്ത ബാലാട്ടനെയാണ്. അപ്പൊ നമ്മൾ ബാലാട്ടനെ നമുക്കൊന്ന് കാണാം. ഓക്കെ, ബാലാട്ടാ. ഓക്കെ. ബാലാട്ടന് ഏകദേശം 85 വയസ്സായി. ബാലാട്ടൻ താമസിക്കുന്നത് മധുക്കോത്താണ്. വിളിക്കും ഇതിപ്പോ കക്കൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലും ആളെ പണിക്കാരെയും വേറിയിലെ കുട്ടിയും വിളിച്ചിട്ട്. ആടുള്ള ആൾക്കാരെല്ലാം എങ്ങനെ നല്ല തന്നെയല്ലേ? അവരായിട്ട് അതല്ല എന്നെ വിളിക്കുന്നു. ബാലട്ടം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയ പോയി അതൊക്കെ പള്ളിന്റെ അങ്ങോട്ടുള്ള നല്ല പരിചയക്കാരാണ്. ചെറിയ ഈ പൈസ ഞാൻ മേടിക്കും, വേറെ മുടിക്കാൻ നിൽക്കൂല. നിങ്ങൾക്ക് എന്തെങ്കിലും തരുവാ? എന്തെങ്കിലും മക്കൾ വന്നാല് ചട്ടിന്റെ ഉണിയും ഇതെല്ലാം തരും. നല്ല കോളന്നെ. അതെ, ചട്ടിന്റെ ഉണിയും അതിലും ബാലാട്ടം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. നല്ല സ്നേഹമാണ് സിറ്റിയിലുള്ള ആൾക്ക്. കൂട്ടിൽ ദുബൈന്നെല്ലാം വന്ന നല്ല ചട്ടിന്റെ ഉണിയും കടലുന്നു സ്പ്രേ അത്തറ്. വളരെ സന്തോഷായിരുന്നു അല്ലേ? ഇപ്പൊ സിറ്റിയിൽ കാണുന്നുണ്ടല്ലേ? സിറ്റിയിൽ കാണണം ആഗ്രഹം ഉണ്ടല്ലേ? സിറ്റിയിലുള്ള ഇപ്പൊ അവരെല്ലാം ഉണ്ടാവുക പണ്ടത്തെ ആളല്ല, മക്കളുണ്ടാവും. നിങ്ങൾ പണ്ട് കാണുന്ന ആളുണ്ടാവൂലേ ഇന്ന് മക്കളുണ്ടാവും അവിടെ. മക്കളുണ്ട്. ഇപ്പം പരിചയമില്ല, ഈ അടിയിലെ ഓനെല്ലാം ഉണ്ട്. ഇടിയുണ്ട്. ഏതാ ചാക്കാണ്ടാറ സിറ്റിയില്, ചാക്കാന്റെ അടുത്ത്. പിന്നെ എടക്കരയില്. എടക്കരയില് അറിയാമോ? നല്ല പരിചയമില്ല കുട്ടാ. അതെയാ, എടത്തരയില്. അപ്പം ചാക്കാന്റെ അടുത്തും എടത്തരയിലും എല്ലാം ഉള്ള ആൾക്കാർ നമ്മൾ ബാലാട്ടിന് പരിചയമുള്ള ആളുണ്ട് എന്നാണ് ബാലാട്ടൻ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മളെ ശ്രദ്ധയിൽ വരിക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കണ്ടാൽ കണ്ട് നാളത്തെ കാര്യം പടച്ച തമ്പൂരാനെ അറിയും, ദൈവത്തിനെ അറിയും, പടച്ചവനെ അറിയും അല്ലേ? അപ്പൊ ബാലാട്ടൻ മുനിസിപ്പാലിറ്റി ജോലിയും കഴിഞ്ഞ് അതിനുശേഷം ബാലാട്ടൻ എന്ത് ചെയ്യൂ, സിറ്റിയിലെ ആ വീടുകളിലെല്ലാം പോയി തേങ്ങയിലും പറിച്ചു കൊടുക്കലുണ്ട്. അത് മാത്രമല്ല, ബാലാട്ടന് അവരെ ഇഷ്ടത്തിനനുസരിച്ച് മക്കൾ ഗൾഫെന്ന് വന്നാല് അവരെ സ്പ്രേയും മാസ്റ്ററും ഷർട്ടിന്റെ പീസെല്ലാം ബാലാട്ടന് കൊടുക്കലുണ്ട് എന്നാ പറയുന്നത്. പക്ഷെ എന്നാൽ ഇത്രയും കാര്യങ്ങളും ചെയ്യുന്ന അവരെയൊന്നും മറക്കാൻ പറ്റില്ല. അപ്പൊ ബാലാട്ടൻ ഇപ്പം താമസിക്കുന്നത് മധുക്കോത്താണ്. മധുക്കോത്ത് എത്തുന്നതിലടുത്ത് വില്ലേജ് ഓഫീസ് ഉണ്ട്. ഒരേക്കുന്നെല്ലാം പറയും. വില്ലേജ് ഓഫീസിന്റെ അടുത്താണ് ഈ ബാലാട്ടൻ താമസിക്കുന്നത്. ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്നെ കോണ്ടാക്ട് ചെയ്താലും മനസ്സിലാക്കാൻ പറ്റും. ബാലാട്ടന് ഭയങ്കര സന്തോഷം സിറ്റി എന്ന് പറയുമ്പോൾ. അപ്പം പൂർവികന്മാരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടാവാന്ന് വിചാരിക്കാം. അതിന്റെ മക്കൾക്കും ബാലാട്ടന് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാലാട്ട അവരോടൊന്ന് ഹായ് ആക്കിക്കോ, ഇങ്ങനെ ഒന്ന് കൈകൊണ്ടാക്കിക്കോ ബാലാട്ടൻ. അത് അവിടെ നോക്കിട്ട് ഇങ്ങനെ ആക്ക്. അപ്പൊ നമുക്ക് ബാലാട്ടൻ ഞാൻ പോകുന്നേ. ബായ്.